ഗൈസ്, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഷോപ്പിഫൈ തീമിൽ നമ്മൾ ചെയ്യുന്ന റീൽസ് അല്ലെങ്കിൽ നമ്മൾ കൊളാബറേഷൻ നമ്മൾ ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ വീഡിയോസ്, നമ്മുടെ സ്റ്റോറിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് എങ്ങനെ നമ്മുടെ സ്റ്റോറിലേക്ക്, നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലേക്ക്, ഹോം പേജിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതിനെ പറ്റിയുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും നല്ല രീതിക്ക് കാണും. അപ്പോൾ ഈ ഒരു ഷോപ്പിഫൈ ഡെവലപ്മെൻറ്റ് സീരീസ് വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ, നിങ്ങളുടെ ഇ കോമേഴ്സ് സ്റ്റോറിൽ ഇതേപോലെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസർമാരുടെ റീൽസ് കാര്യങ്ങളെല്ലാം ഇതേപോലെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചെറിയ കോഡിങ് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കോഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഫുൾ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത് കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു കൊളാബറേഷൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് അയച്ചു, അവർ റീൽസ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു വീഡിയോ അവർ ചെയ്തു തന്നിട്ടുള്ള ആ ഒരു കൊളാബറേഷൻ വീഡിയോ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഇതേപോലെ ആഡ് ചെയ്യണം. അപ്പോൾ മേ ബി ഇത് നമ്മളൊരു കൊളാബറേഷൻ ചെയ്യിപ്പിച്ചാണ്. ഇതിപ്പോൾ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കൊളാബറേഷൻ, ഇപ്പോൾ ഇത് റീൽ സൈസിൽ വരികയാണെങ്കിൽ, റീൽസിൻ്റെ സൈസിൽ വരികയാണെങ്കിൽ ഇത് നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഈ ഒരു ചെറിയ രീതിക്ക് കാണുന്നതുകൊണ്ടാണ്. ഓക്കെ, വെയിറ്റ്, ഞാൻ വേറൊരു വീഡിയോ ആഡ് ചെയ്ത് തരാം. കണ്ടോ, നമുക്ക് പ്രൊഡക്റ്റുകളുടെ വീഡിയോസ് ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാം. കണ്ടോ, മൊബൈൽ വിഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ കോഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷോപ്പിഫൈ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരിക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു സെയിൽസ് ചാനലിൽ ഓൺലൈൻ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ സ്റ്റോർ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 3 ഡോട്ട്, ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് കോഡ്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും കിടക്കുക. ഇവിടെ ലേ ഔട്ട് കാണാം, തീം ലിക്വിഡ് കാണാം, ടെംപ്ലേറ്റ് കാണാം, നല്ല ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ടുണ്ട്. സെക്ഷൻസ് കാണാം, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ സെക്ഷൻസിലാണ് നമുക്ക് ഈ ഒരു തീം ഫയൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയും ഫയൽസ് ആയിരിക്കും ഉണ്ടായിരിക്കും. നമ്മളൊരു ഇതെടുക്കുമ്പോൾ, ഒരു തീം എടുക്കുമ്പോൾ ഇത്രയും ഫയൽസ് ആണ് തീമിൻ്റെ ഉള്ളിൽ ഇന്റേണലി ഉണ്ടായിരിക്കുന്ന ഫയൽസ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇതിൽ മാറ്റം വരുന്നത് സെക്ഷനിലാണ്. അപ്പോൾ സെക്ഷനിൽ നമ്മൾ സെക്ഷൻ ക്ലിക്ക് ചെയ്ത്, അപ്പോൾ ആഡ് ന്യൂ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കാണാം. അവിടെ ലിക്വിഡ് തന്നെയാണ് സെലക്ട് ചെയ്തത്, ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയിട്ട് എടുക്കേണ്ടതായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് ഇവിടെ ഫയൽ നെയിം ആഡ് ചെയ്യണം. അപ്പോൾ ഫയൽ നെയിം അല്ല, ഈ സെയിം ഫയൽ നെയിം തന്നെ ആഡ് ചെയ്യണം. വീഡിയോ -സ്ലൈഡർ. ഓക്കെ, വീഡിയോ -സ്ലൈഡർ. ഇപ്പോൾ ഏത് ഫയൽ നെയിം ആണെങ്കിലും ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ നെയിം കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫയൽ നെയിം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക്. ഇപ്പോൾ വീഡിയോ യൂട്യൂബ് വീഡിയോ എന്നോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോ എന്നോ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ /സ്ലൈഡർ എന്ന് കൊടുത്തു, ഡൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തായി, ഇവിടെ ഓൾറെഡി ഇവരുടെ ഒരു കോഡ് വന്നിട്ടുണ്ട്. സെക്ഷൻ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു കോഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രാക്കറ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി നമ്മുടെ കോഡ് ഈ ഒരു ഇതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു കോഡ് നിങ്ങൾക്കും ഷെയർ ചെയ്യാം, ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക, കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ്ലി പേസ്റ്റ് ചെയ്യണം. ആ ആദ്യത്തെ കാണിച്ചത് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ആ കോഡ് ഇതിൽ പേസ്റ്റ് ചെയ്യണം. ദെൻ സേവ് ചെയ്യണം. ഓക്കെ, ദെൻ ഇപ്പോൾ സേവിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സേവായി, ഈ ഒരു സെക്ഷൻ സേവായി. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും തീം പേജ് വന്നു. നമ്മൾ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്തു. കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സെക്ഷൻ, ഇതാണ് സെക്ഷൻ, കണ്ടോ, സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ നമുക്ക് ഈ ഒരു വീഡിയോ -സ്ലൈഡർ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്തു.
നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഹോം പേജിൽ ഈ ഒരു സംഭവം ആഡായി. ഹോം പേജിൽ ഏത് സെക്ഷനിൽ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷനിൽ കൊണ്ടുപോയി വെച്ചു. നമുക്ക് എന്നിട്ട് ഈ ഒരു സ്ലൈഡറിൽ ഫസ്റ്റ് വീഡിയോ സ്ലൈഡറിന്റെ ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻസ്റ്റാ പ്രൂഫ് എന്ന് കാണിക്കാം. ഇൻസ്റ്റാ പ്രൂഫ് ജസ്റ്റ് ചുമ്മാ ഒരു പേരിട്ടു എന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആഡ് ചെയ്തു. ഫസ്റ്റ് വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വീഡിയോ ലിങ്കിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ സെലക്ഷൻ അവിടെ നമ്മൾ ഓൾറെഡി മുന്നേ ഇവിടെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വീഡിയോ ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് റീൽസ് വീഡിയോ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടിടാം. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓൾറെഡി ഉള്ള ഒരു റീൽസ് വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്യാണ്. കണ്ടോ? അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങളുടെ കൊളാബറേഷൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാരായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഹോം പേജിൽ കൊണ്ടുപോയിടാം. അപ്പോൾ കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ ഒന്നുകൂടി ഒരു ട്രസ്റ്റ് ഫീല് നിങ്ങൾക്ക് തോന്നിക്കും. അപ്പോൾ അതുപോലെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ നല്ല രീതിക്ക് ഈ ഒരു ഷോപ്പിഫൈ സ്റ്റോറിന്റെ ആ ഒരു ലുക്ക് തന്നെ ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ ഇത് ഒന്നുകൂടി വീഡിയോ കാണുക. ഇതിന്റെ കോഡ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാവർക്കും എങ്ങനെയാണ് ഇത് കസ്റ്റമൈസ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. കോഡ് നിങ്ങൾക്ക് അടിയിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിലും റീൽസും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.